എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ബൊറൂട്ടോ അവനെ കണ്ട ഗാറയാണെങ്കിൽ സാൻഡ് വെച്ച് അവനെ പിടിച്ച് വലിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴായിരിക്കും ഗാറയുടെ മകൻ അവൻ അവിടേക്ക് വരിക. ഗാറ ടെൻഷനായിട്ട് ചോദിക്കും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരാൻ പാടില്ല, ഫുക്കാഗോയെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ നിൽക്കണമെന്ന്. അതിനവനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അപ്പൊ അവന്റെ തൊട്ടു പിന്നാലെ ഫുക്കാഗുവും അങ്ങോട്ടേക്ക് വരും. വില്ലനാണെങ്കിൽ ഇപ്പൊ ആ ഫുക്കാഗുവെ കണ്ട് ഭയങ്കര സന്തോഷം. കാരണം അവനാവശ്യം ഫുക്കാഗുവിനെയാണ്. ഫുക്കാഗു ആണെങ്കിൽ ഇപ്പൊ വലിയൊരു ടെയിൽഡ് ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ വില്ലന് നേരെ ആഞ്ഞടിക്കും. പക്ഷെ ഒറട്സുഗി വില്ലൻ അവൻ നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു മാറും. വില്ലൻ രക്ഷപ്പെട്ടു പോകുന്ന കണ്ട ഗാറ അവനാണെങ്കിൽ ഇപ്പൊ സാൻഡ് പവർ വെച്ച് അവന്റെ കാല് പിടിച്ച് വലിക്കും. അവൻ ലോക്കായെന്ന് മനസ്സിലാക്കിയ ഉടനെ സാൻഡ് സുനാമി അതുകൂടെ ക്രിയേറ്റ് ചെയ്ത് അവനെ അത് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് കങ്കൂറയാൻ ടീം അവരിപ്പോ ഗാറയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അത് കണ്ട ബൊറൂട്ടോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ സാൻഡ് പവർ ബ്രേക്ക് ചെയ്ത് കങ്കൂറയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം സാസുകയെ കുറിച്ച് ചോദിക്കും. അപ്പോഴായിരിക്കും കങ്കൂറ പറയുക, സാസുക പറഞ്ഞനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ആ വില്ലന്മാർക്ക് ആവശ്യം ഫുക്കാഗുവിനെയാണ്. അവനെ എന്തു വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യണം. അതിനാണ് ഞാനും ഗാറയും ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത്. ഉടനെ അവരെല്ലാവരും ഇപ്പൊ ഗാറയുടെ അടുത്തേക്ക് വരും. ഗാറ ടെൻഷനായിട്ട് ഫുക്കാഗുവിനോട് പറയും, എന്റെ മുൻപില് വേറെ വഴിയില്ല, അവർക്ക് ആവശ്യം നിന്നെയാണ്. സോ എനിക്കിപ്പോ നിന്നെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. നീ എത്രയും പെട്ടെന്ന് ഈ പാത്രത്തിലേക്ക് ഇതിലേക്ക് കയറണം. അവനത് പറയേണ്ട താമസം ഫുക്കാഗു അതിലേക്ക് കയറും. അവനത് സീൽ ചെയ്ത് കങ്കൂറയുടെ കയ്യിൽ ഏൽപ്പിക്കും. നീ എത്രയും പെട്ടെന്ന് ഇവനെ സേഫായി ലീഫ് വില്ലേജിൽ എത്തിക്കണം. ബൊറൂട്ടോ, ഷിങ്കി, കാങ്കൂറ നിങ്ങൾ 3 പേരുമാണ് ഈ ഒരു മിഷൻ ചെയ്യേണ്ടത്. ഇത് സേഫായി നറൂട്ടോയുടെ കയ്യിലെത്തിക്കണം. അവന്റെ കയ്യിൽ മാത്രമേ ഇതിപ്പോ സേഫായിരിക്കൂ. ഉടനെ ബൊറൂട്ടോ ആ പാത്രം കയ്യിലെടുക്കും. അപ്പോഴായിരിക്കും ഫുക്കാഗു അവനാണെങ്കിൽ ആ പാത്രം തുളച്ച് കൈയും കാലും ഒക്കെ പുറത്തേക്കിടും. അതിനുശേഷം ഓടി വന്ന് ഇപ്പൊ ബൊറൂട്ടോയുടെ പുറത്തേക്ക് ചാടിക്കയറും. അടുത്ത നിമിഷം ബൊറൂട്ടോയും ടീമും ഇപ്പൊ ഫുക്കാഗു ആയിട്ട് ലീഫ് വില്ലേജിലേക്ക് പോവാണ്. അവർ ഒരുപാട് ദൂരം ഓടി ഇപ്പോൾ ഒരു പവർ പ്ലാന്റിന്റെ അടുത്തേക്ക് വരും. അതാണെങ്കിൽ ആകെ തകർന്ന് കിടക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ലീഫ് വില്ലേജിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ദാഹം. അവൻ വെള്ളം കുടിക്കാനായിട്ട് ആ ടെയിൽഡ് ബീസ്റ്റുമായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ ആ ടെയിൽഡ് ബീസ്റ്റ് പറയും, ബൊറൂട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നിന് പോകാനുള്ള ടെൻഡൻസി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് മൂത്രമൊഴിക്കണം, ഞാൻ ടക്കനേന്ന് തിരികെ വരാമെന്ന് പറഞ്ഞ് അതിപ്പോ വലിയൊരു പാറയുടെ പുറകിലേക്ക് പോകും. അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ ഷിങ്കി അവൻ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് ബൊറൂട്ടോട് ചോദിക്കും, ആ ടെയിൽഡ് ബീസ്റ്റ് അതെവിടെ പോയി? അതിന് ബൊറൂട്ടോ സിമ്പിൾ ആയിട്ട് പറയും, അവൻ അത്യാവശ്യമായിട്ട് ഒന്നിന് പോയതാണ്, ഇപ്പൊ തന്നെ തിരികെ വരും. യു ആർ അൺബിലീവബിൾ, നീ ഇത്രയും വലിയൊരു പൊട്ടനായിരുന്നോ? ഒരിക്കലും ടെയിൽഡ് ബീസ്റ്റുകൾ അവർ ഒന്നിനും രണ്ടിനൊന്നും പോവില്ല. സോ എത്രയും പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ മുഴുവനും അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ദൂരത്തായിട്ട് ഒരു കല്ലിന്റെ മുകളിൽ നമ്മുടെ ഫുക്കാഗു അവൻ അങ്ങനെ റിലാക്സ് ചെയ്യാണ്. ഫുക്കാഗുവിനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ ഒരുപാട് ദേഷ്യം വരും. അവൻ പറയും, പ്ലീസ് ഒരല്പസമയമെങ്കിലും ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ. ഷിങ്കി ഉടനെ അവന്റെ സാൻഡ് വെച്ച് ഫുക്കാഗുയെ ലോക്ക് ചെയ്യും. എന്നിട്ട് അവന്റെ ബോഡിയിൽ തന്നെ സേഫായിട്ട് വെക്കുകയാണ്. ബൊറൂട്ടോ, നീ ഭയങ്കര ഇറസ്പോൺസിബിൾ ആണ്. സോ ഇനി ഇവനെ ഞാൻ നോക്കിക്കോളാം. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഉടനെ കങ്കൂർ അവിടേക്ക് വന്ന് അവരുടെ രണ്ടുപേരുടെ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും അവരുടെ യാത്ര അത് പുനരാരംഭിക്കും. കട്ട് ചെയ്ത ഇപ്പൊ ആ വില്ലന്മാരെ കാണിക്കും. അവരാണെങ്കിൽ വീണ്ടും എനർജി ഒക്കെ തിരികെ കിട്ടി ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ സേഫായ ഒരു സ്ഥലത്തേക്ക് വന്ന് തീയൊക്കെ കൂട്ടിയിട്ട് അവിടെ വിശ്രമിക്കാൻ ആരംഭിക്കും. ഇവിടെ കങ്കൂറയും ഷിങ്കിയോ ആണെങ്കിൽ രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ചിരുന്ന് എന്തൊക്കെയോ സംസാരിക്കും. അതിനുശേഷം ദൂരെയുള്ള സ്റ്റാർസിനെയൊക്കെ നോക്കി അവർ ബറൂട്ടോയെ കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ എടുത്ത് സംസാരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ എല്ലാവരും വീണ്ടും പോവാൻ തയ്യാറെടുക്കും. തന്നെ ഫുക്കാഗു ആണെങ്കിൽ അവന്റെ പാത്രവും തകർത്ത് പുറത്തേക്ക് വരും. ഫുക്കാഗു പറയും, നമ്മൾ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ആ സോൾജിയേഴ്സ് അവരവിടേക്ക് എത്തും. കൂറ പറയും, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് പോകണം, അവര് പപ്പടുകളാണ്, ഞാനൊരു പപ്പഡ് മാസ്റ്റർ ആണ്. സോ എന്നെ കൊണ്ട് മാത്രമേ അവരെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അടുത്ത നിമിഷം കങ്കൂറ ആളാണെങ്കിൽ ആളുടെ എബിലിറ്റി ഒക്കെ വെച്ച് അവറ്റകളുമായിട്ട് അട്ടിക്കൂടുകയാണ്. ബൊറൂട്ടോയും ഷിങ്കിയും അവർ രണ്ടുപേരും ആ ടെയിൽഡ് ബീസ്റ്റുമായിട്ട് അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ടെമരിയും ഷിക്കടയും അവർ രണ്ടുപേരും
സാൻഡ് വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ടെമരിക്കാണെങ്കിൽ അവൾ വില്ലേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന പ്രോബ്ലംസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കും. അതേസമയം ഇവിടെ ബൊറൂട്ടോയും ഷിങ്കിയും അവർ രണ്ടുപേരും ഇപ്പോഴും നിർത്താതെ ഓടുകയാണ്. ബൊറൂട്ടോയുടെ മനസ്സിൽ കങ്കൂറയെ കുറിച്ചുള്ള ചിന്തയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കോ? ഷിങ്കി പറയും, നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ആള് നിസ്സാരക്കാരനല്ല, പപ്പട്ട് മാസ്റ്റർ ആണ്. ആൾക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കങ്കൂറോ അവനാണെങ്കിൽ ഇപ്പൊ 4 പപ്പടുകളെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ വില്ലന്മാരുമായിട്ട് ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ബൊറൂട്ടോ ആണെങ്കിൽ സിമ്പിളായിട്ട് ഓരോരുത്തർ ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ഷിങ്കിക്ക് അവൻ എന്തോ ഒരു ഡൗട്ട് തോന്നി. അടുത്തുള്ള ഒരു പാറയിൽ അവന്റെ അയൺ സാൻഡ് വെച്ച് ആഞ്ഞിട്ടിക്കും. പക്ഷെ ആ പാറയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഷിങ്കി ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചമ്മിയൊക്കെ പോവും. പക്ഷെ അപ്പോഴും അവൻ കോൺഫിഡൻസ് വിട്ടുകളയില്ല. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നമ്മളുടെ ലക്ഷ്യം അത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ പോവാൻ. ഞാൻ ഓരോ സ്ഥലങ്ങളും കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിന് ബൊറൂട്ടോ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും ലീഫ് വില്ലേജിലേക്ക് എത്തില്ല. നമ്മുടെ ലക്ഷ്യം അത് ലീഫ് വില്ലേജ് മാത്രമായിരിക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് റീച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇപ്പൊ മുൻപോട്ടേക്ക് പോകും. ഉടനെ ഫുക്കാഗു ആണെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് വരും. നിന്റെ സാൻഡ് മണ്ണിന്റെ ആ ചൂട് അതെനിക്ക് ഒത്തിരി നേരം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അല്പനേരം ബൊറൂട്ടോയുടെ ബോഡിയിൽ നിൽക്കാമെന്ന് പറഞ്ഞ് അവനിപ്പോ തിരികെ ബൊറൂട്ടോയുടെ തലയിൽ കയറി നിൽക്കും. ഷിങ്കിക്കാണെങ്കിൽ അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷെ വേറെ വഴിയില്ലാതെ അവർ മുൻപോട്ടേക്ക് തന്നെ പോകും. ഫുക്കാഗുവിനാണെങ്കിൽ ഷിങ്കിയെ കാണുമ്പോൾ ഗാറയെ തന്നെ ഓർമ്മ വരും. ബൊറൂട്ടോ, നിനക്കൊരു കാര്യം അറിയോ? ആക്ച്വലി ഷിങ്കി അവന്റെ പപ്പ ഗാറയെ പോലെ തന്നെയാണ്. ഇവന്റെ ഈ ഒരു ഏജില് ഗാറ ഇതിലും ടെററായിരുന്നു. അവന്റെ ആ ഒരു നേച്ചർ അതൊക്കെ മാറ്റിയത് മറ്റാരുമല്ല, നിന്റെ പപ്പ നറൂട്ടോ ആണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ യോഡയും ടീമും അവരാണെങ്കിൽ ഗാറയെ ഉയർത്തിയെടുത്ത് നടന്നു പോവാണ്. അപ്പോഴായിരിക്കും ഷിക്കടയും ടെമരയും അവരിപ്പോ അവരുടെ മുൻപിലേക്ക് വന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുക. മറ്റൊരു ഭാഗത്ത് കങ്കൂറ അവൻ സാൻഡിലും എയറിലും അങ്ങനെ എല്ലായിടത്തുമുള്ള പപ്പടുകളെ അങ്ങനെ അട്ടിച്ചൊതുക്കാണ്. ആ ഹെഡ് പപ്പടാണെങ്കിൽ ഇപ്പൊ കങ്കൂറയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. അതിന് കങ്കൂറ അവൻ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കി ആ പപ്പടുകൾക്കിടയിൽ കിടന്ന് ആ പപ്പടുകളെല്ലാം തന്നെ തീയിൽ കത്തിയെരിക്കും. അപ്പോഴായിരിക്കും ടമരയും ഷിക്കടയും അവരവിടേക്ക് ഓടിയെത്തുക. ലോങ് ഷോട്ടിലായിട്ട് ആ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദവും തീയൊക്കെ കണ്ട് ഷിങ്കിയും ബൊറൂട്ടോയും അവരും ഇപ്പൊ അവിടേക്ക് തിരിഞ്ഞു നോക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. ഷിങ്കി, നമുക്കിപ്പോ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവാം. കങ്കൂർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നെനിക്ക് ഭയമാണ്. അതിന് ഷിങ്കി സിമ്പിളായിട്ട് പറയും, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമുക്കിപ്പോ വലുത് ഈ മിഷനാണ്. അതിന് ബൊറൂട്ടോ ടെൻഷനായി. നിന്റെ അങ്കിളല്ലേ അദ്ദേഹം, എന്നിട്ടും നീ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഒരു കാരണവശാലും ഞാൻ നിന്നോടൊപ്പം വരില്ല. ഞാനിപ്പോ തന്നെ കങ്കൂറയുടെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ പോവാണ്. ഷുക്കാഗു ഷിങ്കിയോട് പറയും, പ്ലീസ് അവനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല, അവന്റെ കൂടെ നീയും പോണം. പക്ഷെ ഷിങ്കി ആണെങ്കിൽ തീർത്തു പറയും, ഒരു ഷിനോബികളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പല അഗ്നി പരീക്ഷണങ്ങളും ഉണ്ടാവും. അത് കണ്ട് പിന്നോട്ട് ഓടുന്നവൻ അവനൊരു നല്ല ഷിനോബിയല്ല. എനിക്ക് എന്റെ മിഷൻ അതാണ് വലുത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കടയും ടെമരയും അവരാണെങ്കിൽ ആ തകർന്നു കിടക്കുന്ന പപ്പടുകൾക്കിടയിൽ കങ്കൂറെ അന്വേഷിക്കുകയാണ്. അപ്പൊ ബൊറൂട്ടോയെ അവിടേക്ക് എത്തി അവരോടൊപ്പം കങ്കൂറെ അന്വേഷിക്കാൻ തുടങ്ങും. ടമർ ചോദിക്കും, കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഷിങ്കി അവൻ എവിടെ? അതിന് ബൊറൂട്ടോ അവൻ ഒരുപാട് വിഷമമായി തല താഴ്ത്തി നിൽക്കും. ഷിങ്കി അവൻ എന്നോടൊപ്പം വന്നില്ല, അവന് മിഷനാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഫുക്കാഗോവായി അവൻ ലീഫ് വില്ലേജിലേക്ക് തന്നെ പോയി. അതിന് ടമരി ബൊറൂട്ടോയുടെ തോളിൽ തട്ടി, നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നീ ചെയ്യേണ്ടിയിരുന്നത് കങ്കൂറ പറഞ്ഞ കാര്യം അത് കംപ്ലീറ്റ് ചെയ്യുക എന്നതായിരുന്നു. ഞാൻ കങ്കൂറയുടെ സിസ്റ്ററാണ്. സോ കങ്കൂറയെയും ഗാറയെയും എനിക്ക് നന്നായിട്ട് അറിയാം. അവരൊന്നും ആലോചിക്കാതെ ഒരു കാര്യങ്ങളും ചെയ്യുകയോ പറയുകയോ ഇല്ല. ടമരിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ബൊറൂട്ടോയ്ക്ക് വീണ്ടും അവന്റെ വിഷമം അത് ഇരട്ടിയാവും. അപ്പോഴായിരിക്കും ഷിക്കട അവൻ കുറെ പപ്പടുകൾ കൂടി കിടക്കുന്നത് അവർ വിളിച്ച് കാണിച്ചു കൊടുക്കുക. അതിനടുത്തായിട്ട് വലിയൊരു ഗുഹയും അവൻ കാണിച്ചു കൊടുക്കും. കട്ട് ചെയ്ത ആ മെയിൻ വില്ലൻ പപ്പട് അതാണ് ആ കുഴിയിലൂടെ കടന്നുപോയത്. അതിപ്പോ ഷിങ്കിയുടെ മുമ്പില് അങ്ങനെ ഹായായിട്ട് നിൽക്കും. കാര്യം പിടികിട്ടിയ ബൊറൂട്ടോയും ടമരിയും ഷിക്കടയും അവര് 3 പേരും ഷിങ്കിയുടെ അടുത്തേക്ക് ഇപ്പൊ ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഗാറയ്ക്ക് പിടിയിട്ടും ഒറട്സുഗയെ സീൽ ചെയ്ത ആ ഒരു സീല് അതവൻ തകർത്ത് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്ന്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.